എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ 10EMAയുടെ സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10EMAയുടെ സ്ട്രാറ്റജി വെച്ച് നല്ല അടിപൊളിയായിട്ട് ആൾക്കാർക്ക് പിന്നെ എന്താണ് പറയുന്നത്, നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് ഗോൾഡിൽ പ്രത്യേകിച്ച്. ബാക്കിയുള്ളതിനകത്ത് മൂവ്മെൻ്റ് ഉള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ 200 EMA എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഇപ്പോൾ എക്സിനസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്കിവിടെ FX എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതിനകത്ത് നമ്മൾ EMA സെലക്ട് ചെയ്യുക. EMA 2 പ്രാവശ്യം സെലക്ട് ചെയ്യുക. ഒന്ന് 10EMAക്ക് വേണ്ടി, ഒന്ന് 200EMAക്ക് വേണ്ടി. അപ്പോൾ നോർമൽ ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് 9 ആയിരിക്കും അതിൽ കിടക്കുന്നത്. അപ്പം നമുക്കത് ചേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ ചേഞ്ച് ചെയ്ത് 200 ആക്കിയിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് ഇവിടെ ഈ 3 ഡോട്ടിൽ പോവുക, സെറ്റിങ്സിൽ പോവുക, ഇൻപുട്ടിനകത്ത് ഇവിടെ 9 എന്നുള്ളത് നമ്മൾ 200 ആക്കുക. വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ സേവ് ആസ് ഡിഫോൾട്ട് എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ 200EMAയുടെ ഇത് കിട്ടും. അതുപോലെ ഈ 10EMAയുടെ കിട്ടും. ഈ പിവോട്ട് ക്യാമറ ഇതെല്ലാം ഞാൻ തൽക്കാലത്തിനൊന്ന് ഹൈഡ് ചെയ്യുക. VWAP ഒന്ന് ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഫുൾ ചാർട്ടായിട്ട് കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 1 മിനിറ്റ് ആണ് എടുത്തേക്കുന്നത്. 1 മിനിറ്റിനകത്ത് ഈ റെഡ് കളറിലുള്ളതാണ് നമുക്ക് എന്താണ് പറയുന്നത് 200EMA. 10EMA വന്നിട്ട് 1 മിനിറ്റ്. 10EMA ബ്ലാക്ക് കളറിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് 1 മിനിറ്റ് ക്യാൻഡിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇത് ഈ റെഡ് കളർ വന്നിട്ട് 200EMAയും ബ്ലാക്ക് കളർ വന്നിട്ട് നമുക്ക് 10EMAയുമാണ്. ഓക്കെ, അപ്പോൾ ഈ 200EMAയുടെ മുകളിൽ ഇപ്പം ഇതാണ് കറൻസികളാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും 200EMAയുടെ മുകളിൽ എപ്പോഴും ബുള്ളിഷ് ട്രെൻഡ് ആണുള്ളത്. അത് 200EMAയുടെ താഴെ ബിയറിഷ് ട്രെൻഡ് ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ പഴയ ചാർട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 200EMA വരും, പിന്നെ ബൗൺസ് ആകും. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ബൗൺസ് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. 200EMAയുടെ മുകളിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വന്ന് 200EMA ടച്ച് ചെയ്യും. ചിലപ്പോൾ ഇച്ചിരി ക്രോസ് ചെയ്ത് താഴോട്ട് എന്നിട്ട് തിരിച്ച് ബൗൺസ് ആകും. വീണ്ടും തന്നെ ഇവിടെ വന്നു. 1 മിനിറ്റ് ക്യാൻഡിലാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് ചാർട്ടിലായി കാണിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസത്തെ എത്ര ചാൻസ് കൊടുത്തെന്ന് നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ ബൈങ് ചാൻസ് 1, 2, 3, 4, 5. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കൺസോളിഡേഷൻ ആണ്. കൺസോളിഡേഷൻ കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് പിന്നത്തെ അതിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്, പിന്നെ അത് ഹെവി ഡൗണിലോട്ട് പോയി. ഇത് ഗോൾഡാണ് നമ്മൾ കാണുന്നത്. ഹെവി ഡൗണിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടില്ല, പിന്നെ തിരിച്ചു വന്ന് ഈ 200EMAയിൽ ടച്ച് ചെയ്തു വീണ്ടും ഇറങ്ങി. ഇവിടെ വീണ്ടും ടച്ച് ചെയ്ത് വീണ്ടും ഇറങ്ങി. ഇപ്പോൾ 200EMA ബ്രേക്കായി മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ എപ്പോഴും 200EMAയുടെ മുകളിൽ ബുള്ളിഷ് ട്രെൻഡും താഴെ ബിയറിഷ് ട്രെൻഡും ആയിരിക്കും. അപ്പോൾ അതുപോലെ നല്ലിപ്പം ഇതിപ്പോൾ 200EMA ഈ റെഡ് കളറിൽ 200EMA ആണ്. അപ്പോൾ ഒരു ഷെയർ ആണെങ്കിൽ എന്താണ് ഇവിടെ ഇങ്ങനെ ട്രേഡായി, ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടിയാൽ ഇവിടുന്ന് ബൗൺസ് ആവും. ഇതിന് താഴോട്ട് ചിലപ്പോൾ ട്രേഡ് ആവും. അതുപോലെ പിന്നെ താഴെ ഇപ്പം ഇതിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, താഴെ ട്രേഡ് ആയാൽ ഇങ്ങനെ വന്ന് ഈ 200EMAയിൽ മുട്ടി ചെയ്താൽ അവിടുന്ന് റിജക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ ആ ചാൻസ് യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ 200EMA 1 മിനിറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന് 2 മിനിറ്റ് ഇട്ട് വേണമെങ്കിലും, 5 മിനിറ്റ്സ് ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 5 മിനിറ്റ്സിനകത്ത് അത് അടിപൊളിയായിട്ട് വർക്കാവും. 1 മിനിറ്റ് ചാൻസ് കാണുന്നില്ല, നമ്മൾ 5 മിനിറ്റ്സ് നോക്കുക. 5 മിനിറ്റ്സിനകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ കണ്ടില്ലേ
200 EMA വരും, തിരിച്ച് കയറും, വീണ്ടും ഇറങ്ങി 200 EMA വരും, ഇവിടെ വീണ്ടും വീണ്ടും വന്ന് വരും. ഇവിടെ എല്ലാം നല്ല സൂപ്പർ ചാൻസുകളാണ്. ഇവിടെ നല്ല ഹെവി മൂവ്മെന്റ് അപ്പിൽ പോയി, അതിനുശേഷം 200 EMA വന്നു, വീണ്ടും ബൗൺസ് ആയി, വീണ്ടും പോയി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ആയി പെട്ടെന്ന് താഴോട്ടേക്ക് പോരുക. താഴോട്ട് പോയി കഴിയുമ്പം നമ്മൾ പിന്നെ നോക്കണ്ടേ ഈ 200 EMA അത് വന്നിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. നേരത്തെ അത് സപ്പോർട്ടായിട്ട് ഇരിക്കും, ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട്. അത് ഇവിടെ നോക്കിയേ 200 EMA വരും, തിരിച്ച് റിജക്ഷൻ ആവും, വീണ്ടും വരും, വീണ്ടും റിജക്ഷൻ ആവും. അതിനുശേഷം തന്നെ ഇവിടെ വീണ്ടും ബ്രേക്കായി മുകളിലോട്ട് പോയി കഴിയുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് മുകളിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഇവിടെ വന്ന് ഈ 200 EMAയിൽ വന്ന ബൗൺസായി, ഇവിടെ വന്ന് ബൗൺസായി, വീണ്ടും വന്ന് ബൗൺസായി, അതിനുശേഷം അത് ബ്രേക്കായി കഴിഞ്ഞിട്ട് ഒരു ഡൗൺ ട്രെൻഡ് നടന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ചെറിയ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം വേണേൽ സ്റ്റോപ്പ് ലൂസ് നമ്മളെ പോയിന്റ് അങ്ങ് വെച്ചു. അതിനുശേഷം ഇത് ബ്രേക്ക് ഡൗൺ ആയി നല്ല രീതിയിൽ താഴെപ്പ്. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്നു 200 EMAയിൽ മുകളിൽ ട്രേഡ് കയറി പെട്ടെന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് കയറി. ഇവിടെ പോയപ്പോൾ ഇത് മിക്കവാറും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ ഈ റേഞ്ച് വന്നാൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വീണ്ടും കിട്ടും. അപ്പോൾ 200 EMA ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യം, 200 EMAയുടെ മുകളിൽ നല്ല ഹൈയിൽ 200 EMAയുടെ നല്ല ഹൈയിലായിട്ട് ട്രേഡ് ആയാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ 200 EMA എന്നത് ഒരു പ്രാവശ്യം റിവേഴ്സ് ആകും, 1-2 പ്രാവശ്യം റിവേഴ്സ് ആകും. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നിരിക്കും. അതുപോലെ 200 EMAയുടെ താഴെ നല്ല രീതിയിൽ താഴെ ട്രേഡായിട്ട് തിരിച്ച് 200 EMAയിൽ വന്ന് ടച്ച് ചെയ്താൽ അവിടുന്ന് വീണ്ടും റിവേഴ്സായി താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് 200 EMAയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അത് പിന്നെ നമ്മൾ അത് 10 EMA എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഈ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം. 10 EMA നമുക്ക് എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ട്രേഡ് ആകുന്നത്. നോക്കിയാൽ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു സെല്ലിങ് ചാൻസ്, ഇതിൻ്റെ ഇവിടെ ബൈയിങ് ചാൻസ്, ഇവിടെ വീണ്ടും സെല്ലിങ് ചാൻസ്. ഇവിടെ ഇപ്പോൾ ബൈ ചാൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ബൈ ചാൻസ് എടുക്കത്തില്ല, കാരണം ഇതൊരു വലിയ ഹെവി മൂവ്മെന്റ് നടന്ന ക്യാൻഡിൽ. അപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ എടുക്കത്തില്ല, കാരണം അത് റിസ്ക് കൂടുതലാണ്. അത് ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ചാൻസ് എടുക്കാവുന്ന ഈ ഒരു എന്താണ് പറയുന്നത്, ഈ വന്നിട്ട് ഈ 10 EMAയിലോട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ VWAP എന്ന് പറയുമ്പോൾ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തിലെ ആണെങ്കിൽ ആ ദിവസം ഇതുവരെ ട്രേഡ് ചെയ്ത ഇപ്പോഴത്തെ കറണ്ട് ടൈം വരെ ഉള്ളതിലെ ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി, ടോട്ടൽ ട്രേഡഡ് വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ അതിൻ്റെ VWAP വന്നിട്ടുണ്ട്. അപ്പോൾ VWAP നമ്മളിങ്ങനെ നോർമൽ നമുക്കൊരു VWAP ഒരു ലൈൻ വരയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ VWAPൻ്റെ ലൈൻ ആണെങ്കിൽ VWAPന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അത് എന്തായാലും ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും അത് വന്നിട്ട് സ്ട്രോങ് ആയിരിക്കും. VWAPന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അതിനകത്ത് ബീറിസ്റ്റൻ്റ് ആയിരിക്കും കൂടുതൽ എടുക്കേണ്ടത്. മുകളിൽ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ബൈ ചാൻസ് ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ 200 EMAയിലും 200 EMAയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് 10 EMAയിൽ എപ്പോഴും നമ്മൾ ബൈ ചാൻസ് വേണം എടുക്കാൻ വേണ്ടി. അതുപോലെ 200 EMAയുടെ താഴെ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും സെൽ ചാൻസ് വേണം എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ ഈ 200 EMA എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും 10 EMA നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ചാൻസുകൾ. ഇവിടെ നോക്കിയേ, ഇവിടെ 200 EMAയുടെ ലൈനിന് പോയിട്ട് ഇറങ്ങി, അതിനുശേഷം ഇവിടെ 10 EMAയിൽ സെല്ലിങ് ചാൻസും കാണിക്കുന്നു. അപ്പോൾ ഇത് നല്ല സൂപ്പർ ഡബിൾ കൺഫർമേഷൻ, നല്ല വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാനപ്പോൾ അതിനകത്ത് റിപ്ലൈ തന്നോളാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.